Good afternoon. Sound ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണ്. സോ നമ്മളിന്ന് നമ്മുടെ റീസണിങ്ങിൻ്റെ തേർഡ് റിവിഷനാണ് ഇന്ന് നോക്കുന്നത്. ക്വസ്റ്റിലേക്ക് പോലെ സോ ഈ ക്വസ്റ്റ്യൻ നോക്കി. 5 people, Amanda, Ben, Carol, David and Emily are sitting on a circular table facing towards the center. Carol sits in between Ben and David. Emily sits to the left of Amanda. Amanda and David are not neighbors. Who sits to the immediate right of Amanda? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഇതെന്താ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് സർക്കുലർ ടേബിളിന് ചുറ്റുമാണ് ആളുകൾ ഇരിക്കുന്നത്. സോ ഇത് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം? ആപ്പിലെ മോക്കിലെ എല്ലാ മോക്ക് ടെസ്റ്റിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. പല ടൈമിലും സബ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, സൊല്യൂഷനുമില്ല. അവിടെ ഒന്ന് പറയാം. ആപ്പ് എനിക്കറിയില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. മോക്കിലെല്ലാ മോക്ക് ടെസ്റ്റിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, പല ടൈമിലും സബ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സൊല്യൂഷനില്ല. പറയാം. നിങ്ങൾ ഉദ്ദേശിച്ച മാത്സ് ആണോ റീസണിങ് ആണോ ഏതാ, അതോ എല്ലാത്തിനും അങ്ങനെ ആണോ? അതോ മൊത്തത്തിൽ അങ്ങനെയാണെന്നോ? എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞേക്കാം. നോക്കി പോനെ, ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇതെന്താണ്? സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണല്ലേ. സോറി, ഓക്കെ. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസിക്സ് ആർക്കെങ്കിലും അറിയാൻ വയ്യാത്ത ആയാലുണ്ടോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിക്സ് ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, എന്നല്ല എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. എക്സ്പ്ലെയിൻ ചെയ്തോ? അറിയാം എന്നാലും എക്സ്പ്ലെയിൻ ചെയ്തോ എന്നാണോ, അതോ അറിയില്ല എക്സ്പ്ലെയിൻ ചെയ്തോ എന്നാണോ? നോക്കി, ഒന്നുമില്ല. അതായത് ചോദിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിപ്പം നിങ്ങളെ ഞാൻ കാണുന്നില്ല. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. ചിലർക്ക് ഇതെല്ലാം പഠിച്ചിട്ടിരിക്കുന്നതായിരിക്കും. അവർ ചിലപ്പം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അവരുടെ എയിം എന്താണ്? മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, പോവുക എന്നതാണ്. പക്ഷേ ഇരിക്കുന്ന കുട്ടികളിൽ കൂടുതൽ പേർക്കും ഇത് അറിയാത്തതാണെങ്കിൽ അത് പറഞ്ഞു തന്നിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെയല്ല നമുക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലീനിയർ അറേഞ്ച്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സർക്കുലർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. സോ ലീനിയർ അറേഞ്ച്മെൻറ്റിനകത്ത്, ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രൈറ്റ് ആണ്. സോ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ചായക്കടയിൽ പോയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ ബെഞ്ച് ഇട്ടേക്കുവാണെന്ന് വെച്ചു. അപ്പോൾ നാളെ നമ്മളെല്ലാം പോയിട്ട് എങ്ങനെ ഇരിക്കും? ബെഞ്ചിലിരിക്കും അല്ലേ. സോ അങ്ങനെ നമ്മൾ നേരായ ലൈനിൽ ഇരിക്കുന്നതിനാണ് ലീനിയർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ അറിയേണ്ടത്, കൃത്യമായിട്ട് അറിയേണ്ടത് നമ്മുടെ ലെഫ്റ്റും റൈറ്റുമാണ് അറിയേണ്ടത്. ഇപ്പം നിങ്ങൾ അന്ന് ആലോചിച്ച്, ഇതിപ്പോൾ ബെഞ്ചാണെന്ന് വെച്ചു. സോ ഇത് ബെഞ്ചാണെങ്കിൽ നമ്മുടെ അടുത്ത് പോയി ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ എല്ലാവർക്കും വേണ്ടി ഇങ്ങോട്ടിരിക്കാം, ഇരിക്കാമല്ലോ. നെക്സ്റ്റ് ടൈം വീണ്ടും അവിടെ ഒരു ബെഞ്ചുണ്ട്. സോ ആ ബെഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെഞ്ചുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ.
ഇരിക്കാം. ഇനി വേണമെങ്കിൽ മിക്സായിട്ടിരിക്കാൻ പറ്റും. അതായത് കുറച്ച് ആളുകൾ അങ്ങോട്ട് ഇരിക്കുന്നു, കുറച്ച് ആളുകൾ ഇങ്ങോട്ട് ഇരിക്കുന്നു. സോ ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ 2 ടൈപ്പേ വരികയുള്ളൂ. ഓക്കെ, ഇതങ്ങനെ ഇല്ല, വരാറില്ല. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. അപ്പം നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ കുറച്ച് ആളുകളുണ്ട്, ഇപ്പം 4-5 പേരുണ്ട്. സോ നിങ്ങൾ ഈ എ എന്ന് പറയുന്ന ആൾ ബിയുടെ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, ബി എന്ന് പറയുന്ന ആൾ സിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, ഡി എന്ന് പറയുന്ന ആൾ എയുടെയും ബിയുടെയും ഇടയിലാണ് ഇരിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ അവർ കുറച്ച് എക്സ്പ്ലനേഷൻസ് നമുക്ക് തരും. സോ അത് വെച്ചിട്ട് നമ്മൾ ഇവരുടെ പൊസിഷൻ അറേഞ്ച് ചെയ്തതിന് ശേഷം പിന്നീട് ഇവരെന്താണോ ചോദ്യം ചോദിക്കുന്നത് അത് നമ്മൾ ഈ പൊസിഷൻ അനുസരിച്ച് ആൻസർ പറയാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ അവർ പറയും നോർത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണെന്ന് അവർ പറയും. ഇപ്പോൾ ഇത് ലൈനാണ് എന്നുണ്ടെങ്കിൽ മോനെ ഇങ്ങോട്ടിരിക്കുന്നതിനാണ് നമ്മൾ നോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ താഴേക്കാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ സൗത്ത് എന്നാണ് പറയുക. പിടിയിട്ടില്ല, നോർത്തും താഴേക്കാണെങ്കിൽ സൗത്ത്. ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് അവർ പറയും, എന്ത് പറയും, നോർത്തിലേക്കാണോ അല്ലെങ്കിൽ സൗത്തിലേക്കാണോ എന്നവർ പറയും. ഇൻ കേസ് അവർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും നോർത്തിലേക്ക് ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അത്രയും ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നോർത്തിലേക്ക് ഇരിക്കുക, അല്ല സൗത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്തിലേക്ക് ഇരിക്കുക. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോർത്തിലേക്ക് തന്നെ ഇരിക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളിപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പം ഇപ്പം എല്ലാവരും നോർത്തിലേക്ക് ഫേസ് ചെയ്യാമെന്ന് വെച്ചു. ഇത് എ ഉണ്ട്, ഇത് ബി ഉണ്ട്, ഇത് സി ഉണ്ട്, ഇത് ഡി ഉണ്ട്. സെയിം സിനാരിയോ നിങ്ങൾ സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയെന്ന് വെച്ചു. എ ബി സി ടി. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ മോനെ, നോർത്തിലേക്ക് ഇരിക്കുമ്പോൾ ബിയുടെ റൈറ്റ് സൈഡിൽ ആരാണുള്ളത്? നോർത്തിലേക്ക് ഇരിക്കുമ്പോൾ ബിയുടെ റൈറ്റ് സൈഡിൽ ആരാണുള്ളത്? ഇതെല്ലാം നോർത്തിലെ കേസ്. സോ ബിൻ്റെ റൈറ്റ് സൈഡിൽ ആരാണെന്നാണ് ഞാൻ ചോദ്യം. ബി ഇതല്ലേ? സോ ബിൻ്റെ റൈറ്റ് സൈഡിൽ ആരാണ് ഇരിക്കുന്നത്? എ ആണോ സി ആണോ? സി ആണ്. മനസ്സിലായോ? അതായത് നമ്മൾ നോർത്തിലേക്ക് ഇരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ്, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഈ സെയിം ഇവരിയ്ക്കുന്നത് വേണ്ടേ ഒരേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, തിരിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ബിയുടെ റൈറ്റ് സൈഡ് ആരാണ്? ബിയുടെ റൈറ്റ് സൈഡ് ആരാണ്? ഇതിൽ ബിയുടെ റൈറ്റ് സൈഡ് ആരാണ്? എ ആണ്. മനസ്സിലായോ? നമ്മൾ സൗത്തിലേക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ സൗത്തിലേക്ക് ഇരിക്കുകയാണ്. സൗത്തിലേക്ക് ഇരിക്കുമ്പം മോനെ ഇതാണ് റൈറ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. സോ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് ലീനിയർ അറേഞ്ച്മെൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. പിടികിട്ടിയോ? ഈ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ അറേഞ്ച്മെൻറ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ബാക്കി ഇനി ക്വസ്റ്റ്യനിലെ സെൻറ്റൻസ് വായിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് സർക്കുലർ അറേഞ്ച്മെൻറ്റ്. എന്താണ് സർക്കുലർ? സോ സർക്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഇതിൻ്റെ കൂട്ടാണ്. ഓക്കെ, ഇത് ടേബിളാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സെൻറ്റർ ഏതാ? അതേണ്ടതല്ലേ ഇതിൻ്റെ സെൻറ്റർ. അപ്പം നിങ്ങളുടെ അടുത്ത് ഈ ടേബിളിന് ചുറ്റും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ എങ്ങനെ ഇരിക്കും? വന്നിട്ട് ഓക്കെ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കും അല്ലേ? സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കും. ഇതാണ് ക്വസ്റ്റ്യനിൽ 4 people are sitting around a table ഫേസിങ് ടുവേർഡ്സ് സെൻറ്റർ എന്ന് പറയും. അതിനർത്ഥം നിങ്ങളെല്ലാവരും സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പറയാം MNOP. ഓക്കെ, സോ രണ്ടാമത്തെ സിനാരിയോ ഇത് പറയുന്നത് ഫേസിങ് എവേ ഫ്രം ദി സെൻറ്റർ. എന്താണ് ഫേസിങ് എവേ ഫ്രം ദി സെൻറ്റർ? എന്നാൽ സെൻറ്ററിൽ നിന്ന് എവേ പോവുക. എവേ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? പുറത്തേക്കിരിക്കുക. മനസ്സിലായോ? പുറത്തേക്കിരിക്കുക. അപ്പോൾ ഇത് MNOP ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചു. സോ ഇവിടെ രണ്ടും നമ്മൾ മറ്റേ ലീനിയർ അറേഞ്ച്മെൻറ്റ് പഠിച്ചതിൻ്റെ കൂട്ട് തന്നെ ലെഫ്റ്റും റൈറ്റുമാണ് വ്യത്യാസമുള്ളത്. ലെഫ്റ്റും റൈറ്റുമാണ് വ്യത്യാസമുള്ളത്. സോ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നമ്മൾ നോക്കുമ്പം സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുമ്പം എമ്മിൻ്റെ റൈറ്റ് സൈഡിൽ ആരാണ്? എമ്മിൻ്റെ റൈറ്റ് സൈഡിൽ ആരാണ്?
സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ റൈറ്റ് സൈഡിൽ ആയതാണ്. എമ്മിൻ്റെ റൈറ്റ് സൈഡിൽ ആയാണ് എൻ ആണ്. ആണോ? എന്താ ആയാണ്? എൻ ആണ്. കാരണം എമ്മിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്ററിലേക്കല്ല ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ സെൻറ്ററിലേക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ഇതാണ്, നിങ്ങളുടെ ലെഫ്റ്റ് ഇതാണ്. ഓക്കെ, ഇനി നിങ്ങൾ സെൻട്രൽ നിന്ന് എവേ പോവുകയാണെന്ന് വെച്ചു. അപ്പോൾ സെൻട്രൽ നിന്ന് നിങ്ങൾ മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഏതാ? ഇതാണ്. ഇതേതാ? നിങ്ങളുടെ ലെഫ്റ്റാണ്. പിടികിട്ടിയോ? മനസ്സിലായോ? ഈ രണ്ട് വ്യത്യാസമേ നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ 4 people അല്ലെങ്കിൽ 5 people ആർ സിറ്റിംഗ് അറൗണ്ട് എ ടേബിൾ എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ ഓൾവേസ് കൺസിഡർ പീപ്പിൾ ആർ സിറ്റിംഗ് ടുവേർഡ്സ് ദി സെൻറ്റർ. ഓക്കെ, അത് എല്ലാ ആളുകൾ ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ അവർ വ്യക്തമായിട്ട് പറയും നിങ്ങൾ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് എവേ ഫേസ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് അവർ പറയും. ഓക്കെ, അത് രണ്ടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾവേസ് കൺസിഡർ നിങ്ങൾ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് വേഡിങ്സ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇവരുടെ പൊസിഷൻസ് എഴുതുക എന്നത് മാത്രമേ ഉള്ളൂ. ഇത് ക്ലിയർ ആണോ? ഇതിൻ്റെ ബേസിക്സ് ക്ലിയർ ആണോ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നിങ്ങൾ എന്താണെന്നും മിണ്ടായിരിക്കുന്നത്? ഒന്നുകിൽ ഓക്കെ എന്ന് പറയാം, ഇല്ലെങ്കിൽ അല്ല വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ. ഡൗട്ട് ചോദിച്ചതെല്ലാം പോയോ? എന്തേ? ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ആൻസർ ഡി ആണോ? ഡി 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 ഒരാൾക്ക് ആൻസർ കിട്ടിയല്ലോ. ഒരു ഡൗട്ടോടെ ചോദിച്ചോട്ടെ, ഞങ്ങൾക്കിത് ചെയ്യാൻ ടൈം തരണോ അതോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ പോയാൽ മതിയോ? ചെയ്യാൻ ടൈം വേണം. ഓക്കെ, ചെയ് പെട്ടെന്ന് ചെയ്യണം. ആൻസർ 4. പിന്നെ നോക്കി, ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ? ഇവിടെ പറഞ്ഞത് 5 people അമൻഡ, ബെൻ, കരോൾ, ഡേവിഡ് ആൻഡ് എമിലി ആർ സിറ്റിംഗ് ഓൺ എ സർക്കുലർ ടേബിൾ ഫേസിംഗ് ടുവേർഡ്സ് ദി സെൻറ്റർ. സോ ഇവിടെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫേസിംഗ് ടുവേർഡ്സ് ദി സെൻറ്റർ, അല്ലെങ്കിൽ ഇവർ പറയും ഫേസിംഗ് എവേ ഫ്രം ദി സെൻറ്റർ എന്ന് പറയും. സോ രണ്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. സോ ഇവിടെ നമുക്ക് 5 പേരല്ലേ ഉള്ളത്? ഇവിടെ എത്രയാണ്? 5 പേരാണ്.
സോ നോക്കി, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. സോ നമ്മളിങ്ങനെ 5 പേരെ അടയാളപ്പെടുത്തി. സോ ഇവർ പറയുന്നത് ഓക്കെ ഇവർ പറയുന്നത് കരോൾ സിറ്റ്സ് ബിറ്റ്വീൻ ബെൻ ആൻഡ് ഡേവിഡ് എന്ന് പറഞ്ഞു. കരോൾ എന്ന് പറയുന്ന ആള് ബെന്നിനും ഡേവിഡിനും ഇടയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ സെൻറ്റൻസ് മാത്രം വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ സപ്പോസ് ഇതാണ് കരോൾ എന്ന് വെച്ചോ, ആ സെൻറ്റൻസ് നമ്മൾ മാത്രം വായിക്കുമ്പോൾ നമുക്കുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ ആ സെൻറ്റൻസ് മാത്രം വായിക്കുമ്പോൾ കുഴപ്പം, കരോൾ എന്ന് പറയുന്ന ആൾ ബെന്നിനും ഡേവിഡിനും ഇടയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കരോൾ ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ കരോളുണ്ട്. അപ്പോൾ ബെൻ ഇവിടെ എഴുതാം, ഡേവിഡിനെ അപ്പം ഇവിടെ എഴുതിയേ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ബെൻ ആണോ ഡേവിഡ് ആണോ ഇവിടെ വരുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ബെൻ ഇവിടെയാണോ അല്ലെങ്കിൽ ഡേവിഡ് ആണോ ഇവിടെ വരുന്നത് ഉള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നമ്മൾ ജസ്റ്റ് തൽക്കാലം ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇനി നോക്കുക. നെക്സ്റ്റ് പറയുന്നത് അമൻഡ ആൻഡ് ഡേവിഡ് ആർ നോട്ട് നെയ്ബേഴ്സ് എന്ന് പറയുന്നുണ്ട്. അമൻഡയും ഡേവിഡ് ഓക്കെ, എമിലി സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് അമൻഡ എന്ന് പറയുന്നുണ്ട്. എമിലി എന്താണ്, അമൻഡയുടെ ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, എമിലി എന്ന് പറയുന്ന ആൾ അമൻഡയുടെ ലെഫ്റ്റിലാണ്. ഇവിടെ ആകെ 2 സീറ്റല്ലേ വേക്കൻ്റ് ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അമൻഡെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എമിലി എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഞാൻ അമൻഡ ഇവിടെ എഴുതിയാൽ അമൻഡയുടെ റൈറ്റ് സൈഡാണ് ഇത്, നടക്കില്ല. അപ്പോൾ അമൻഡ എവിടെ എഴുതിയേ പറ്റൂ? ഇതേണ്ട ഇവിടെ എഴുതിയേ പറ്റൂ. എമിലി സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് അമൻഡ. അമൻഡ ഇങ്ങോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ലെഫ്റ്റിൽ ഇതല്ലേ, ലെഫ്റ്റിൽ ആരാണുള്ളത്? എമിലി ഉണ്ട്. ഇനി അടുത്തത് വായിക്കുമ്പം അമൻഡ ആൻഡ് ഡേവിഡ് ആർ നോട്ട് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ മാറി. എന്തുകൊണ്ടാണ്? നോക്കി, അമൻഡയുടെ അടുത്താണോ ഞാൻ ബെന്നിനെ എഴുതിയത്? അല്ലല്ലോ. എൻ്റെ കൺഫ്യൂഷൻ എന്തായിരുന്നു? ഡേവിഡിനെ ഇവിടെ എഴുതണോ ബെന്നിനെ ഇവിടെ എഴുതണോ എന്നതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഓക്കെ, ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഡേവിഡിനെയാണ് എഴുതിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വെട്ടിയിട്ട് ഇവിടെ ബെന്നിനെ എഴുതണം, എന്നിട്ട് അവിടെ ഡേവിഡിനെ ആക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചത് ഹൂ സിറ്റ്സ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അമൻഡ എന്നാണ്. സോ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അമൻഡ ആയതാണ്? അമൻഡ ഇവിടെ ഇരിക്കുന്നത്. സോ അമൻഡയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഏതാണ്? ഇതാണ്. സോ ബെൻ ആണ്. ഓപ്ഷൻ ഏതാ? ബെൻ. ഓക്കെ, ഓപ്ഷൻ ബെൻ. ഓക്കെ, ഇത് നമ്മുടെ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചെയ്യാൻ പറ്റുമോ നോക്കി? കിട്ടിയ സമ്മാനം നോക്കി. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ സിലോജിസം എന്ന പറയുന്ന ടോപ്പിക്കിലാണ്. സോ ഈ സിലോജിസത്തിനകത്ത് ഇത് ഈ ക്വസ്റ്റ്യൻ ഇതെല്ലാം മറ്റേ 2024 ഞങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഓൾ W ആർ സി. എല്ലാ W എന്താണ്? സി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡയഗ്രം വരയ്ക്കണം, വെൻ ഡയഗ്രം വരയ്ക്കണം. സോ ഇതാണ് W, എല്ലാ W എന്താണ്? സി ആണ്. അപ്പം സി എന്ന് പറയാണ്ട് ഇങ്ങനെ എഴുതാമല്ലോ, ഇതാണ് സി. സം PR W എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കി, സം PR W, കുറച്ച് PW ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം
PRW. നെക്സ്റ്റ് നോക്കിയേ, ഇപ്പോൾ ഈ കൺക്ലൂഷൻ പറയുന്നത് സം CRP എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇതെന്താണ്? സം CRP. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? കുറച്ച് P എന്ന് പറയുന്നത്, കുറച്ച് C എന്ന് പറയുന്നത് P ആണെന്നാണ് പറഞ്ഞത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? സം CRP എന്നാണ് പറഞ്ഞത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ അല്ലേ? അല്ലേ? കാരണം എന്താ നോക്കി, ഇത് മൊത്തവും P ആണ്. അപ്പോൾ ഈ C ആണ്, ഇത് മൊത്തവും C ആണ്. ഇത് മൊത്തം ഈ ഏരിയ മൊത്തം C ആണ്. സോ നോക്കി, ഈ Pയുടെ തന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അതും Cയുടെ ഭാഗമല്ലേ? Pയുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ Cയുടെ ഭാഗമാണ്. അപ്പം കുറച്ച് P ആണ് എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ഇത് ട്രൂ അല്ലേ? അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. നോ P ഈസ് C എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ P ഈസ് C ശരിയാണോ? ഒരു Pയും C അല്ലെന്നാണ് പറഞ്ഞത്. അത് ഫോൾസ് അല്ലേ? ഒരു Pയും C അല്ല എന്ന് പറഞ്ഞാൽ ഫോൾസ് അല്ലേ മോനെ? അത് ഫോൾസ് ആണ്, ഫോളോ ചെയ്യുന്നില്ല. സോ ഇത് തേർഡ് കൺക്ലൂഷൻ. സം CRW എന്ന് പറഞ്ഞിട്ടുണ്ട്. സം CRW അത് സത്യമല്ലേ? കാരണം എല്ലാ W C ആണ്. സോ അങ്ങനെയാണെങ്കിൽ സം C എന്തായാലും W ആയല്ല പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും ട്രൂ ആണ്. അപ്പോൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത് ഒന്നാമത്തെ മൂന്നാമത്തെ കൺക്ലൂഷൻ മാത്രമല്ലേ? സോ ഓപ്ഷൻ നോക്കിയേ, ഏതാ? 1 3 സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സോറി, ഇത് ഫസ്റ്റ് ഓപ്ഷനേ, ഇത് സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഇത് ഫോർത്ത് ഓപ്ഷൻ. A paper is folded and cut as shown below. How will it appear when unfolded? ഈസി അല്ലേ? 3 അല്ലേ? ഉറപ്പല്ലേ? കാരണം എന്താ, ഈ പേപ്പർ ഇങ്ങോട്ടും മടക്കിയിട്ടുണ്ട്, ഇങ്ങോട്ടും മടക്കിയിട്ടുണ്ട്. അതായത് എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഇവിടെ സ്ക്വയർ വരച്ചു, ഇവിടെ രണ്ടും റോംബസ് വരച്ചു. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരണം? ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് ഇവിടെ റോംബസ് എന്തായാലും ഉണ്ടാവണ്ടേ? സോ ഇവിടെ ഉണ്ടാവണ്ടേ ഒരെണ്ണം. സോ എന്തായാലും 4 എണ്ണം എന്തായാലും ഉണ്ടായേ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ വേണ്ട 5 എണ്ണം ഉണ്ട്. ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ 3 എണ്ണേ ഉള്ളൂ, നടക്കില്ല. ഇവിടെ 2 എണ്ണേ ഉള്ളൂ, നടക്കില്ല. അപ്പോൾ ഏതാ ഓപ്ഷൻ? 3. ഓപ്ഷൻ 3. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. So in the following question, select the figure which can be placed at the sign of question mark from the alternative. So ഇവിടെ എന്താ? ഇത് സീരീസ് ആണ് അല്ലേ? ഇത് സീരീസ് ആണ്, പിക്ചർ സീരീസ് ആണ്. സോ നെക്സ്റ്റ് എന്ത് വരും എന്നതാണ് ചോദ്യം. ഇത് ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലല്ലോ. ഇവിടെ എന്താണ്? ട്രയാങ്കിൾ വന്നു. സോ നെക്സ്റ്റ് ട്രയാങ്കിൾ സർക്കിൾ വന്നു. അതായത് ഇവിടെ ഓരോന്നിൻ്റെ കൂടെ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് പോവാണ്. ട്രയാങ്കിൾ സർക്കിൾ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ സർക്കിൾ, ട്രയാങ്കിൾ സർക്കിൾ, ട്രയാങ്കിൾ, വീണ്ടും ട്രയാങ്കിൾ സർക്കിൾ, ട്രയാങ്കിൾ സർക്കിൾ. അപ്പോൾ അടുത്തത് ഇത്രയും എന്തായാലും വരണം. സോ നെക്സ്റ്റ് എന്ത് വരണം? ഒരു ട്രയാങ്കിളും കൂടി വരണം അല്ലേ? ട്രയാങ്കിളിൽ തുടങ്ങി ട്രയാങ്കിളിൽ അവസാനിക്കണം. സോ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ? ഇത് ഇൻവേർട്ടഡ് ആയിപ്പോയി. അപ്പോൾ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. നോക്കെ, ഇത് സർക്കിളിലാണ് സ്റ്റാർട്ടിങ്, എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതും ഇൻവേർട്ടഡ് ആയിട്ടുണ്ട്, പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാ? അതേണ്ട ഇത്. നെക്സ്റ്റ് നോക്കിയേ, which 2 signs should be interchanged to make the given equation correct? അതായത് നമുക്ക് ഈ തന്നതിനകത്ത് നമുക്ക് ഈക്വൽ ടു 17 എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈക്വൽ ടു സൈൻ ഇട്ട് അതിൻ്റെ മീനിങ് എന്താ? ഈക്വൽ ടുൻ്റെ റൈറ്റും ഈക്വൽ ടുൻ്റെ ലെഫ്റ്റും സെയിം ആയിരിക്കണം.
അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 17 അല്ല കിട്ടുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് ഏത് സൈൻസ് ഇൻ്റർചേഞ്ച് ചെയ്താലാണ് എനിക്ക് 17 കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇൻറ്റു ഉണ്ട് മൈനസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റും മൈനസും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് വരിക, ഇവിടെ ഇൻറ്റു വരിക. അപ്പോൾ ആൻസർ 17 കിട്ടുന്നതെന്ന് നോക്കുക. അതോ പ്ലസും ഡിവിഷനും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണോ, അതോ ഇൻറ്റും പ്ലസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണോ, അതോ ഇൻറ്റും ഡിവിഷനും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണോ? നോക്കി, ഇവിടെ നമ്മൾ ലോജിക്ക് ആലോചിക്കണം. പോയിട്ട് എല്ലാ സൈൻസും അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും ക്വസ്റ്റ്യനിൽ ഇട്ട് നോക്കിയല്ല ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും 15 ഡിവൈഡ് ബൈ 9 എന്നുണ്ട് ഇവിടെ. സോ 15നെ 9 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങൾ ഇത്രയും മാത്രം ചുമ്മാ നോക്കി. ചെയ്യുന്നതിന് മുന്നേ 15 ഡിവൈഡ് ബൈ 9 15 ബൈ 9 ഇൻറ്റു 8 എന്നല്ലേ? ആണോ? സോ ഇവിടെ ഇനി ഇൻറ്റുവിൻ്റെ അവിടെ വേറെ ഏത് സിമ്പിൾ വന്നെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റു തന്നെ ആണെങ്കിലും ഇത് കംപ്ലീറ്റ് നമ്പർ കിട്ടുമോ? നമുക്ക് കിട്ടുമോ? കിട്ടില്ല. ലോജിക്ക്. അപ്പോൾ 15നെ എന്തായാലും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഡിവിഷൻ പോയേ പറ്റും. അപ്പോൾ ഡിവിഷൻ എന്തായാലും ഇൻ്റർചേഞ്ച് സംഭവിക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, ഫസ്റ്റ് ഓപ്ഷനകത്ത് ഡിവിഷൻ്റെ ഇൻ്റർചേഞ്ച് ഇല്ല, സോ വേണ്ട. അടുത്തതിനകത്ത് പ്ലസും ഡിവിഷനും തമ്മിൽ ഇൻ്റർചേഞ്ച് ഉണ്ട്, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇൻറ്റും പ്ലസും ഇൻ്റർചേഞ്ച്, അപ്പോൾ അതും വേണ്ട, എന്തായാലും ഡിവിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കുക. സെക്കൻഡ് നോക്കുമ്പോൾ ഇവിടെ പ്ലസ് ഇടുക, ഡിവിഷൻ എവിടെയാണ്? പ്ലസിന് എവിടെ എന്ത് ചെയ്യുക? ഡിവിഷൻ ഇടുക. നോക്കി, നിങ്ങൾ ചെയ്ത് നോക്കി. ഇവിടെ 15 പ്ലസ് 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 12 മൈനസ് 4 എന്നല്ല വരിക. സോ ഇത് ചെയ്യുമ്പോൾ 17 കിട്ടുമോ? പെട്ടെന്ന് പറയാം. നോക്ക്, ഇത് തമ്മിൽ വെട്ടുമ്പോൾ ഇവിടെ 2 4, ഇവിടെ 3 4. സോ ഇത് ഇവിടെ വെട്ടുമ്പോൾ 3 ആവത്തില്ലേ? സോ 15 പ്ലസ് 3 ഇൻറ്റു 2 എന്താ? 6 ആണ്. സോ 15 പ്ലസ് 6 21 മൈനസ് 4 എന്താ? 14 അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. 3 ഇൻറ്റു 2 എന്താ? 6 അല്ലേ? സോ 15 പ്ലസ് 6 എന്താ? 21. 21ൽ നിന്ന് 4 കുറയ്ക്കുക, അതെന്താ? ഈക്വൽ ടു 17 അല്ലേ കിട്ടുക? സോ ഓപ്ഷൻ ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദി ക്വസ്റ്റ്യൻ മാർക്ക്? സോ ഇതെന്താണ്? ഒരു നമ്പർ സീരീസ് ആണ് അല്ലേ? ഒരു നമ്പർ സീരീസ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. 8463 8384 8305 നോക്കി. ഇത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇവിടെ 8463 ഉണ്ട്, 8384 ഉണ്ട്, 8305 ഉണ്ട്, 8226 ഉണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്പറിൻ്റെ വാല്യൂ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിക്രീസ് ആകുമ്പോൾ 2 സാധ്യതയുള്ളത്. ഒന്നുകിൽ സബ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യണം. സോ ഇവിടെ ഡിവിഷൻ നടക്കാൻ യാതൊരു വഴിയില്ല. കാരണം എന്താ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാണ് അല്ലേ? ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ 100 എന്നുള്ളത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 20 ആവും, പിന്നെ 5 കൊണ്ടാകുമ്പോൾ 4 ആവും. അങ്ങനെ നല്ല രീതിയിൽ വ്യത്യാസം വരും അല്ലേ? നല്ല രീതിയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഡിവിഷൻ നടക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഡിവിഷൻ അല്ല നടന്നത്, നമുക്ക് വ്യക്തമാണ്. കാരണം നമ്പർ വലുതായിട്ട് കുറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇത് 463 അല്ലേ, ഇത് 384 സോ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 63 16 79 ആണ്. സോ ഇതേ മൈനസ് 79 ചെയ്യുമ്പോഴാണ് ഇത് കിട്ടിയത് ആണോ? അപ്പോൾ ഇവനും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. ഇത് 305 ആണ്, ഇത് 384 ആണ്. അപ്പോഴും അവിടെയും 79 തന്നെയാണ് വ്യത്യാസം. സി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കി, 79 നോക്കി. 5 മുമ്പ് 74 കുറയ്ക്കുക, 374 226 ആണ്. 79 തന്നെയാണ് ഇവിടെയും കുറഞ്ഞത്. അപ്പോൾ സിംപിളി എന്ത് ചെയ്താൽ മതി? 79 കുറച്ചങ്ങ് എഴുതിയാൽ പോരെ. അപ്പോൾ ഇതിൽ നിന്ന് 79 കുറയ്ക്കണം. നിങ്ങൾ പോയിട്ട് ചുമ്മാ കുറച്ചൊന്നും നോക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ സിംപിളി ഒന്ന് ആലോചിക്കുക. 8226 അല്ലേ, അതിൽ നിന്ന് നമ്മൾ 79 അല്ലേ കുറയ്ക്കേണ്ടത്. അപ്പം 6ൽ നിന്ന് എന്താ കുറയേണ്ടത്? 9 അല്ലേ? ആണോ?
അപ്പോൾ 6-ൽ നിന്ന് 9 പോകില്ല. 16-ൽ നിന്ന് 9 പോയാൽ 7 അല്ലേ കിട്ടുക. സോ നമ്മുടെ ഓപ്ഷനിൽ 7 അവസാനം ഈ ഒറ്റ ഡിജിറ്റുകൾ. സോ ആൻസർ വേണ്ടതാണ് സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയർ? ഇവിടെ സിംപ്ലി ഒന്നുമില്ല, ജസ്റ്റ് സബ്ട്രാക്ഷൻ 79 വെച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അവിടുത്തെ വാല്യൂ ഏതാണ്? 8147 ആണ്. അടുത്ത നോക്കി. In the following question, select the missing number from the given series. 1, 16, 31, 46, 61. ഇത് ഭയങ്കര എളുപ്പമല്ലേ? ഇത് നമുക്ക് ചുമ്മാ നോക്കി ആൻസർ പറഞ്ഞൂടെ? 1 16 16. 1 16 ആയി 16, 31 ആയി 31, 46 ആയി 46, 61 ആയി. സോ ഇവിടെ എന്താ നടന്നത്? അഡീഷനാണ്. നമ്പർ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഒന്നുകിൽ അഡീഷൻ നടക്കണം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. സോ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്? നമ്പേഴ്സ് ഇച്ചിരി വലുതായി പോകും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്താ 1 16 ആയി. അപ്പോൾ 1 16 ആവുന്നത് എങ്ങനെയാണ്? +15 അല്ലേ? 16 31 ആയി, എങ്ങനെയാണ്? +15 അല്ലേ? 31 46 ആയി, +15 അല്ലേ? ഇത് 61 ആയി, +15 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താ? +15. സോ 61 15 എന്താ? 76 ആണ്. സോ ഓപ്ഷൻ ഏതാ? തേർഡ് ഓപ്ഷൻ. ഓക്കെ, ഒന്നുമില്ല ഇവിടെ അഡീഷൻ ചെയ്ത് പോകാന്നേ ഉള്ളൂ. സോ നോക്കി. On folding the given die, which letter will be opposite to the letter K? ഇത് ഏത് പാഠമാണ്? നിങ്ങൾ ഡൈസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചായിരുന്നോ? സോ ഡൈസിനകത്ത് ഇതെന്താണ്? ഇത് ഡൈസ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡൈസ് എന്താ? ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡൈസ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഡൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം 6 സൈഡല്ലേ ഡൈസിനുള്ളത്. അപ്പോൾ ഇതതിൻ്റെ 6 സൈഡുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ചോദിക്കുന്നത് ഓൺ ഫോൾഡിങ് ദി ഗിവൺ ഡൈ, ഈ ഡൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തിരിച്ച് മടക്കി കംപ്ലീറ്റ് നമ്മുടെ ഡൈസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുന്നു. സോ മാറ്റുമ്പോൾ കെ എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്തായിരിക്കും? നമ്മളിത് തിരിച്ച് ഡൈസിൻ്റെ രൂപത്തിലാക്കുന്നു. സോ അങ്ങനെ കെ എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരുമെന്നതാണ് ചോദ്യം. എം. നോക്കി, ഇതിനകത്ത് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടതെന്ന് യാതൊരു കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇതുപോലെ ഓപ്പൺ ഡൈസ് തന്നിട്ടുണ്ടെങ്കിൽ മോനെ സ്ട്രൈറ്റ് ലൈൻ നോക്കുക. ഇങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ. സോ അവിടെ മിനിമം 3 ഡൈസിൻ്റെ 3 സൈഡ്സ് അവിടെ ഉണ്ടെങ്കിൽ, മിനിമം 3 സൈഡ്സ് ഉണ്ടെങ്കിൽ ഒന്നിടവിട്ടുള്ളത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ജെയുടെ ഓപ്പോസിറ്റ് ഒ ആയിരിക്കും. ഇവിടെ ഒ ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, ഇനി താഴേക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്ക്, ടിയും എച്ചും ഓപ്പോസിറ്റ് ആയിരിക്കും. ജെയും ഒയും ഓപ്പോസിറ്റാണ്, ടിയും എച്ചും ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇനി ഇല്ലാത്തത് ഏതാണ്? ജെയും കെയും അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഇവർ ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായോ? പിടികിട്ടിയോ? ജെയുടെ ഓപ്പോസിറ്റ് ഒ ആയിരിക്കും, ടീൻ്റെ ഓപ്പോസിറ്റ് എച്ച് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാത്തത് ഏതാണ്? കെയും എമ്മും ഉള്ളു. സോ അതെന്തായാലും ഓപ്പോസിറ്റ് ആയേ പറ്റും. കാരണം ബാക്കി 4 അങ്ങ് പോയല്ലോ, പിന്നെ 2 അല്ലേ ഉള്ളൂ. അത് ഓപ്പോസിറ്റ് ആയേ പറ്റൂ. സോ ഇവിടെ കെയുടെ ഓപ്പോസിറ്റ് ഏതാണ് മോനെ? എം ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. Host is coded as 9724. ഇതിൻ്റെ ആൻസർ എന്ത് വരും?
സർട്ടൺ കോഡ് ലാംഗ്വേജിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് 9724 എന്നും കിൻഡോ എന്ന് ഈസ് കോഡഡ് ആസ് 45310 എന്നും നോസ് ഈസ് കോഡഡ് ആസ് 37654 എന്നും. സോ വാട്ട് ക്യാൻ ബി ദി കോഡ് ഫോർ W ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? സോ അങ്ങനെയാണെങ്കിൽ Wൻ്റെ കോഡ് ലാംഗ്വേജ് എന്താണെന്നാണ് ചോദ്യം. കിട്ടിയ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസിംഗ് കിട്ടെ. നിങ്ങൾ ട്രൈ ചെയ്യുവാണോ അതോ വെറുതെ ഇരിക്കുകയാണ്? എന്താ പറയുക, അതനുസരിച്ച് വേണം എനിക്ക് ചെയ്യാൻ. 6 ആൻസർ എന്താ? 6 ആണ്. സോ പറയാൻ നോക്കി, ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയാൻ 9724 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഹോസ്റ്റ് എന്ന് പറയാൻ 9724 എന്നാണ് ഇത് കോഡ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് ആണോ ഈ കൊടുത്തിരിക്കുന്നത്? അല്ലല്ലോ. എച്ച് എന്ന് പറഞ്ഞാൽ 8ാമത്തെ ആൽഫബറ്റാണ്, പക്ഷേ ഇവിടെ 9 എന്ന് കൊടുത്തു. കണക്ഷൻ ഉണ്ടോ നോക്കാം. O എന്ന് പറഞ്ഞാൽ 15ാമത്തെ ആൽഫബറ്റാണ്, പക്ഷേ ഇവിടെ 7 എന്നാണ് കൊടുത്തത്. S എന്ന് പറഞ്ഞാൽ 19ാമത്തെ ആൽഫബറ്റാണ്, പക്ഷേ ഇവിടെ 2 എന്നാണ് കൊടുത്തത്. T എന്ന് പറഞ്ഞാൽ 20 ആണ്, ഇത് 4 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ പൊസിഷൻ നമ്പേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഹോസ്റ്റ് എന്ന് പറയുന്നതിന് ഇത് കോഡ് കൊടുത്തത് 9724 എന്നാണ്. കിൻഡോ എന്ന് പറയുന്നതിന് കോഡ് കൊടുത്തത് 45310 എന്നാണ്. നോസ് എന്നുള്ളതിന് കോഡ് കൊടുത്തത് 37654 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ വേർഡും കോഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹോസ്റ്റിലും ഈ കിൻഡോയിലും കോമൺ ആയിട്ട് എന്തുണ്ട്? O ഇല്ലേ? അപ്പം അതിൻ്റെ കോഡ് നോക്കുമ്പോഴും കോമൺ ആയിട്ട് എന്ത് കാണും? എന്തെങ്കിലും നമ്പർ ഉണ്ടോ നോക്കി. 9 ഇവിടെ ഉണ്ടോ? ഇല്ല. 7 ഇവിടെ ഉണ്ടോ? ഇല്ല. 2 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ 4 ഉണ്ട്. അപ്പോൾ അതിനർത്ഥം മോനെ ഓയിൻ്റെ കോഡ് എന്താണ്? 4. മനസ്സിലായി? സോ ഈ നോസിനകത്തും O ഉണ്ട്. നോക്കി, ഇതിനകത്ത് 4 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഓയിൻ്റെ കോഡ് എന്താ? 4 തന്നെയാണ്. കൺഫേം ആയി. ഓക്കെ, സോ നിങ്ങൾ അതായത് ഇതിന് റാൻഡമായിട്ട് ഇവർ ഓരോ ആൽഫബറ്റിന് ഒരു നമ്പർ അസൈൻ ചെയ്ത് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. റാൻഡമായി ഇപ്പോൾ Oയ്ക്ക് 4 അങ്ങ് കൊടുത്തു എന്ന് പറയുന്ന പോലെ ഓരോ ആൽഫബറ്റിനും ഒരു നമ്പർ അസൈൻ ചെയ്ത് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചു. ഇപ്പം ഞാനിപ്പോൾ ഈ ഹോസ്റ്റും നമ്മുടെ നോസും കൂടി കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് വേറെ ഏതെങ്കിലും വേർഡ് കോമൺ ആയിട്ടുണ്ടോ? ഇവരെ രണ്ടിനെ അവിടെ കമ്പയർ ചെയ്താൽ എനിക്ക് കോമൺ ആയിട്ട് വേണ്ട S ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ടിനകത്ത് മാത്രം കോമൺ ആയിട്ടുള്ള നമ്പർ ഏതുണ്ട്? 3 ഇല്ല. 9 ഉണ്ട്, ഇവിടെ ഇല്ല. 7 ഉണ്ടല്ലോ.
സോ അതിനർത്ഥം 7 എന്നുള്ളത് എന്തിൻ്റെ കോഡാണ്? എസിൻ്റെ കോഡാണ്. പിടികിട്ടിയോ? 7 എന്നുള്ളത് എസിൻ്റെ കോഡാണ്. സോ ഇത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ജസ്റ്റ് വേർഡ്സ് കമ്പയർ ചെയ്യുക, അതിൻ്റെ കോഡ്സ് കമ്പയർ ചെയ്യുക. മക്കളെ നിങ്ങൾ ഒറ്റക്കായി ആലോചിച്ചാൽ മതി. നോക്കി, ഈ W എന്നുള്ള വേർഡിൻ്റെ കോഡല്ലേ നമുക്ക് വേണ്ടത്, ഡബ്ല്യൂൻ്റെ കോഡല്ലേ നമുക്ക് വേണ്ടത്. ഈ W എന്ന് പറയുന്നത് ഹോസ്റ്റിനകത്തുമില്ല, കിൻഡോയ്ക്കകത്തുമില്ല ആണല്ലോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ K എന്നുള്ളത് വേണ്ടി ഇവിടെ കോമൺ ഉണ്ട്, N എന്നുള്ളത് വേണ്ടി ഇവിടെ കോമൺ ഉണ്ട്. അപ്പോൾ ഓയും എസും ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു ആണോ. അപ്പം ഈ കോഡിനകത്തും കോമൺ അല്ലാത്തത് എന്തുണ്ടോ അതാണ് ഡബ്ല്യുവിൻ്റെ കോഡ്. ഈ രണ്ടെണ്ണത്തിൽ കോമൺ അല്ലാത്തത് ഏതുണ്ടോ അതാണ് ഡബ്ല്യുവിൻ്റെ കോഡ്. കാരണം ഈ W എന്ന് പറയുന്ന ആൽഫബറ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങുമില്ല. ഓക്കെ, ബാക്കിയുള്ള K ആയിക്കോട്ടെ, N ആയിക്കോട്ടെ, O ആയിക്കോട്ടെ, S ആയിക്കോട്ടെ, ഇതിനകത്തോ അല്ലെങ്കിൽ അതിനകത്തോ എവിടെയെങ്കിലുമൊക്കെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സും എന്തെങ്കിലും കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരും. അപ്പോൾ ഈ W എന്ന് പറയുന്നത് ഈ ഒരു വേർഡിനകത്തും W ഇല്ല. അപ്പോൾ ആ ഡബ്ല്യുവിൻ്റെ കോഡും വേറെ എങ്ങും കാണില്ല, ഇവിടെ മാത്രമേ കാണൂ. സോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്, വേണ്ടേ, ഇവിടെയും 3 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, വേണ്ട ഇവിടെ 7 ഉണ്ട്, ഇവിടെ 5 വേണ്ട ഇവിടെ 5 ഉണ്ട്, ഇവിടെ 4 ബാക്കി എല്ലായിടും ഉണ്ട്. അപ്പോൾ 6 എന്ന് പറയുന്നത് എങ്ങുമില്ല. അതിനർത്ഥം ഡബ്ല്യുവിൻ്റെ കോഡ് എന്താണ്? 6 ആണ്. ഡബ്ല്യുവിൻ്റെ കോഡ് എന്താ? 6 ആണ്. ജസ്റ്റ് കമ്പയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ കാര്യമൊന്നുമില്ല. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കി. A series is given with one term missing. RMJE VQNI ZURM DYVQ so dash. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ഓപ്ഷനിലും കൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് വേണം പോകാൻ. എളുപ്പത്തിൽ കിട്ടത്തില്ല ആൻസർ. ഇവിടെ RMJE ഉണ്ട്, VQNI ഉണ്ട്, ZURM ഉണ്ട്, DYVQ ഉണ്ട്. സോ നമ്മളിവിടെ നോക്കുമ്പം നിങ്ങൾ ഓപ്ഷൻ 2 ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ, റീസണിങ്ങിൻ്റെ ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ജസ്റ്റ് ആ ഓപ്ഷനിൽ ചുമ്മാ ഒന്ന് കണ്ണടിച്ചിട്ട് ചെയ്തു തുടങ്ങാം. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് എങ്ങനെയൊക്കെ ചെയ്താലും ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് ഉണ്ട് H ആണ്. ഓക്കെ, അപ്പോൾ H ആകുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. കാരണം എന്താ, എല്ലാം H എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത പരിപാടി നോക്കുക. സോ ഇവിടെ നോക്കി, M എന്നുള്ളത് QI. M എങ്ങനെ Q ആണേ? M NOPQ അല്ലേ, +4 ആണ്. എന്താണ്? +4 ആണ്. സോ Q എന്നുള്ളത് UI. Q എങ്ങനെ U ആവുന്നേ? Q RSTU ആണ്, അതും +4 അല്ലേ. സോ U എന്നുള്ളത് Y ആയി. U എങ്ങനെ Y ആവുന്നേ? U VWXY ആണ്, +4. സോ Y എന്നുള്ളത് അടുത്ത +4 ആകണം. സോ Y +1 എന്താ? ZABC. അപ്പോൾ എന്തായാലും C വരണം. സെക്കൻഡ് എന്ത് വരണം? C വരണം. സോ ഇവിടെ C ആണോ? ഇവിടെ C ആണോ? ഇവിടെ C ആണോ? അല്ല, C ഉള്ളത് ഇവിടെ അല്ല ഉള്ളത്. സോ ഓപ്ഷൻ ഏതാ? 2. ഓപ്ഷൻ ഏതാണ്? 2. ഓക്കെ, ജസ്റ്റ് ഇവിടെ എന്താ, കൗണ്ടിങ് അഡീഷനാണ്, ആൽഫബറ്റ്സിൻ്റെ അഡീഷനാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഇൻ്റർചേഞ്ച് ആണ്, സൈൻ ഇൻ്റർചേഞ്ച് ആണ്. ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ജസ്റ്റ് ഓപ്ഷനിലൊന്ന് കണ്ണോടിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം.
കിട്ടിയോ? പിന്നെ നോക്കി ഇതെങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുമ്പം 12/6 നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. 12/6 എന്താണ് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഡിവിഷൻ്റെ ഇൻ്റർചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് വിട്ടേക്കാം. സോ അടുത്ത നോക്കുന്നത് മൈനസും ഈക്വൽ ടു ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്. സോ അതിനർത്ഥം ഇവിടെ ഈക്വൽ ടു വരണം, ഇവിടെ മൈനസ് വരണം എന്നല്ലേ? സോ നടക്കൂ. ഓക്കെ, നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആദ്യം ബോഡ്മാസ് റൂൾ വെച്ച് വേണം ചെയ്യാൻ. സോ അതിനകത്ത് ആദ്യം ഡിവിഷനാണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഡിവിഷൻ ചെയ്യണം. സോ 12/6 എന്താ? 2 ആണെന്നറിയാം. സോ 2 × 2 എന്താ? 4 ആണെന്നറിയാം. നോക്കി, 3 + 4 എന്താ? 7. 7 - 6 എന്ന് പറഞ്ഞാൽ 10 ആണോ? 3 + 4 - 6 എന്ന് പറഞ്ഞാൽ 10 ആണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. സോ സെക്കൻഡ് നോക്കി, ഇൻറ്റും പ്ലസ്സും ആണ്. സോ ഇൻറ്റു ഇവിടെ ആക്കുക, പ്ലസ് ഇവിടെ ആക്കുക. സോ ഇങ്ങനെ ആക്കുമ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. സോ 12/6 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും. 10 - 3 × 2 എന്താ? 6 ആണ്. അതായത് 10 - 3 × 2 എന്താ? 6 + 2 = 6 എന്നാണ്. ശരിയാണോ? ടെൻ - 6 + 2 = 6 ആണോ? അല്ലേ? നോക്ക്, ഇവിടെ അഡീഷൻ സബ്ട്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഏത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം 10 - 6 എന്താ? 4 ആണ്. 4 + 2 എന്താ? 6 ആണ്. ഓക്കെ, 10 - 6 എന്താ? 4. 4 + 2 എന്താ? 6 ആണ്. ഓ, ചിലർ എങ്ങനെ ചിന്തിക്കുമെന്ന് വെച്ചാൽ ചില ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ ഞാൻ പറയാം. ഇതിങ്ങനെ വരുമ്പം ഇത് 10 എഴുതും, മൈനസ് എഴുതും, 6 + 2 8 എന്ന് എഴുതും. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു നമ്പർ വരുമ്പം 10 - 6 + 2 8 എന്ന് എഴുതും. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. 10 - 6 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 - 4 എന്നാണ് ഇതിനർത്ഥം. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ബി ഓപ്ഷനാണ്. ആൻസർ എന്താ? ബി ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ നമ്പർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് ദി ബാങ്ക്? YTWO-UPS. ഓ, ഇത് 0 ആണേ. ഇത് 0 ആണേ. 0 1 0 1. 0 ആണോ O ആണോ? ഓക്കെ, ലാസ്റ്റിൽ ഒരു ഇത് 0 ആണോ O ആണോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ബാക്കി കണ്ടുപിടി. ബാക്കി ഇത് മാത്രം YTW UPS SNQ QLO OJM അത് വെച്ച് കണ്ടുപിടിച്ചേ. കാരണം അതിനകത്ത് ലാസ്റ്റ് വരി I എന്ന് ഇട്ടേക്കുന്നത്. പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആവണം, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവണം. നിങ്ങൾ ഫസ്റ്റ് ആൽഫബറ്റ് നോക്കുമ്പോൾ എന്താണ്? ഡിക്രീസ് അല്ലേ? Y. അടുത്ത് എന്ത് ചെയ്താൽ അറിയില്ല. പക്ഷേ U എന്നുള്ളത് വേണ്ട S ആയിട്ടുണ്ട്, S എന്നുള്ളത് Q ആയി, Q എന്നുള്ളത് O ആയി. അപ്പോൾ ബാക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ എളുപ്പം എന്താ? അങ്ങോട്ട് പോട്ടെ. O എങ്ങനെ Q ആവുന്നേ? O കേട്ട് PQ +2 ആണ്. Q എങ്ങനെ S ആവുന്നേ? Q കേട്ട് RS +2 ആണ്. S എങ്ങനെ U ആവുന്നേ? TU +2 ആണ്. അപ്പോൾ അടുത്ത് എന്ത് വരണം? U വേണ്ട VW വരണം. എന്ത് വരണം? VW. അപ്പോൾ W സ്റ്റാർട്ട് ചെയ്യണം. സോ W സ്റ്റാർട്ട് ചെയ്ത് 2 ഓപ്ഷനിലാണ് ഇത് വിടാമല്ലോ. ഓ, എന്നാലും കണ്ടുപിടിക്കാൻ പാടാണ്. കാരണം എല്ലാം WRU ആണ്. സോ 0 മോനെ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ 0 വന്നു, ഇവിടെ 1 0 1 1. ഇത് I എന്നാണ് എഴുതിയിരിക്കുന്നത്, അതാണ് പ്രശ്നം.
എന്തായാലും സ്റ്റാർട്ടിങ് W വരണം. സോ ബാക്കി രണ്ടും നമുക്ക് RU വെച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി നമ്മൾ നോക്കുമ്പം എന്തായാലും WRU വരണം. ഇപ്പം 3 എണ്ണമായി. O 1 ആണ്. ഇത് 1 ആയിരിക്കണം. ഇത് 1 ആണെങ്കിൽ എങ്ങനെ വരും? 0 1 1 0 1 1. ഓക്കെ, ഇതിനിപ്പോൾ റാൻഡമായിട്ട് OI1 എന്ന് വെച്ചാലും O11I എന്നായിരുന്നു. അത് നടക്കില്ല. സോ ഓക്കെ, ഇവിടെ ഇങ്ങനെ ആയിരിക്കും മോനെ. ഇത് 0 1 1 0 1 1 അങ്ങനെ ആവണം. ഓക്കെ, ഇത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഇത് ഇപ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെ എന്തായാലും 1 വന്നിട്ടുണ്ട്, ഇവിടെ 0 വന്നിട്ടുണ്ട്, പിന്നെ അടുപ്പിച്ച് 2 1 വന്നിട്ടുണ്ട്. ഇവിടെ എന്തായാലും I വരില്ല, 1 വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 0 ആയിട്ട് 2 1 വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരാം, 0 1 1 0 1 1 അങ്ങനെ പോകാം. സോ അങ്ങനെയാണെങ്കിൽ ഇതും 1 ആയിരിക്കണം. സോ നമ്മുടെ ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, ഇതെന്തായാലും പ്രിൻറ്റിങ് മിസ്റ്റേക്ക് കൊണ്ട് ഇതിനകത്ത്. സോ ഇത് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ടുള്ളതുണ്ടോ? നിങ്ങൾക്ക് റിവിഷൻ എടുത്ത് പോകുമ്പം ഇപ്പോൾ റിവിഷൻ ക്ലാസ്സല്ല നടക്കുന്നത്. അപ്പോൾ റിവിഷൻ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ടുള്ളതുണ്ടെങ്കിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ഇന്ന് പഠിപ്പിച്ച എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല? ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.